ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ആൽക്കഹോൾ ഫ്രീ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഈ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലം കേക്കില്ലേ, അതിൻ്റെ തന്നെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്കിന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് നല്ല റിച്ച് പ്ലം കേക്കാണ്. ഈ ഒരു പ്ലം കേക്കില്ലേ നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ കട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി അങ്ങ് കട്ട് ചെയ്യുകയാണ്. കുറച്ച് ഒരു ദിവസമെങ്കിലും ഇരുന്നാൽ ഇതൊന്നും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെയും പ്ലം കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 ഓറഞ്ച് എടുക്കാം. അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കാവേ. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ചെറി എടുത്തിട്ടുണ്ട്, അതുപോലെ ടൂറ്റി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, കറുത്തതും അല്ലാത്ത കളറിലുള്ളതും. പിന്നെ നട്ട്സുകളായിട്ട് വാൾനട്ട്, കാഷ്നട്ട്, ബദാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനൊരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ക്യാരമൽ ചെയ്തെടുക്കണം. ഈ ക്യാരമലിന് നല്ല കളർ വേണേ. പ്ലം കേക്കിന് നല്ലൊരു കളറില്ലേ, ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു കളർ വരെ ക്യാരമൽ ചെയ്തെടുക്കണം. ഇനി കരിഞ്ഞു പോകില്ല കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് ഓർത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസോട് കൂടി ആ ഒരു ഡ്രൈ ഫ്രൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് ഫുള്ള് ഡ്രൈ ഫ്രൂട്ടിൽ അങ്ങ് കുടിച്ച് കിട്ടും. ഞാൻ ഒരു 4 മണിക്കൂർ വെച്ചുകൊണ്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഒന്ന് തിളയ്ക്കുമ്പോൾ ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട് അരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സിറപ്പ് നമുക്ക് വേണം കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ. ഒരു അരിപ്പയിലേക്ക് ഞാൻ 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കേക്കാണ്, അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് ചെറിയ കേക്ക് മതിയെങ്കിൽ എല്ലാം 1 കപ്പ് അളവിനുള്ള എടുത്താൽ മതിയേ. ഇനി മൈദയുടെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ചുപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് അരിച്ചിട്ട് കട്ടകളുണ്ടെങ്കിൽ ആ കട്ടകൾ കളഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കാനാണ്. ഇതിൻ്റെ കൂടെ സ്പൈസസുകൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഏലക്കയുടെ കുരുവ്, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പട്ട കയ്യിലുണ്ടെങ്കിൽ ആ ചെറിയൊരു പീസ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ പഞ്ചസാരയും ഈ ഒരു സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മൈദയുടെ മിക്സ്, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവുമേ. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കണേ. അല്ലെങ്കിൽ നമ്മൾ കേക്കിലിട്ടിടുമ്പം ഇതെല്ലാം കൂടെ താന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മൈദ കോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓറഞ്ച് എടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഓറഞ്ചിൽ നമുക്ക് ഓറഞ്ച് സിസ്റ്റ് കിട്ടത്തില്ലേ, നമ്മുടെ മുസമ്പിയുടെ തൊലിയില്ലേ, അതിൽ വേണം ഇതെടുക്കാനായിട്ട്. കണ്ടോ, ഇതിൽ റെഡിയാവത്തില്ല. അപ്പോൾ ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ മുസമ്പിയില്ലേ, അതെടുത്ത് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ ആ ഒരു ഓറഞ്ച് കളറിലെ പോഷൻ മാത്രം, അകത്തോട്ടുള്ള വെള്ളം എടുക്കല്ലേ കേട്ടോ കൈക്കുവേ. ഈ മുകളിലെ ഓറഞ്ച് തൊലി മാത്രം ഒന്ന് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അതൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ 4 മുട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയ്ക്കാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയാണെങ്കിൽ 2 മുട്ട മതിയാവുമേ. അപ്പോൾ ഇതാ മുട്ട 4 എണ്ണം ഒന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇടവിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ വേണം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ്. നമുക്ക് കട്ടിയുള്ള തണുത്ത ബട്ടർ ആണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ ഓയിൽ. അതാണെങ്കിൽ ഒരു 1/2 കപ്പാണ് കേട്ടോ കണക്ക്. അപ്പോൾ ബട്ടർ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം എസെൻസുകൾ ഒഴിച്ചു കൊടുക്കാം. വാനില എസെൻസും പൈനാപ്പിൾ എസെൻസുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പ്ലമ്മിൻ്റെ എസെൻസ് ഉണ്ടെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ എസെൻസ് ആണെങ്കിലും മതി. അപ്പോൾ എസെൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, മൈദയുടെ മിക്സ്, അതും 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് അടിച്ചെടുക്കണ്ട, ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ.
ഇനി നമ്മുടെ ആ ഒരു സിറപ്പില്ലേ, ഓറഞ്ചിൻ്റെയും പിന്നെ ക്യാരമലിൻ്റെയൊക്കെ ആ ഒരു സിറപ്പ്, ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഊറി വന്ന ആ സിറപ്പ്, അതാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ പ്ലം കേക്കിന് നല്ല കളർ കിട്ടുന്നത്. ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സും പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഓറഞ്ചല്ല മുസമ്പിയുടെ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കണ്ട കേട്ടോ. ഇതുപോലെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, കുറച്ച് കട്ടിയായിട്ട് വേണം പ്ലം കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഇരിക്കാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓയിലാണെങ്കിലും മതിയേ. എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം ഈ ബട്ടർ തേച്ച് കൊടുക്കാൻ. ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് മൈദാമാവ് കുറച്ചിട്ട് ഇതുപോലെ മൊത്തം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്, കേക്കൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലായിടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫുള്ള് ഈ ഒരു ട്രേ നിറച്ചങ്ങ് ഒഴിച്ച് കൊടുത്തു. അത്രയും ഒഴിക്കണ്ട കേട്ടോ, എൻ്റെ കുറച്ച് സൈഡിൽ കൂടെ അങ്ങ് പോയി കേട്ടോ തൂവി. അത്രയും ഒഴിച്ച് കൊടുക്കണ്ട. അത് ഈ ഒരു അളവിനൊക്കെ 3/4 ഭാഗമൊക്കെ മതിയാവും. ഞാനിത് ആ ഒരു മൊത്തം അങ്ങ് ഒഴിച്ച് കൊടുത്തേ. 2 ട്രേയിലായിട്ട് വെച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ അലങ്കോലപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ കൂടെ പിള്ളേരും കൂടെ നിന്നിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. അവർക്ക് ഇതൊക്കെ കാണുന്നതും ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് ബദാമും അതുപോലെ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഓവൻ ഉണ്ടെങ്കിൽ നേരെ ഓവനിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഓവൻ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് അങ്ങ് അടുപ്പിലാക്കി എടുക്കുകയാണ്. കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ റിങ് എടുത്ത് ഇറക്കി വെച്ച്, എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഈ കേക്ക് അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ കൊണ്ടുവച്ചു. എന്നിട്ട് ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 അവർ കൂടുതലെടുത്തു കേട്ടോ എനിക്ക് ഈ കേക്ക് ബേക്കായി കിട്ടാൻ. കാരണം കുറച്ച് കട്ടിയുള്ള കേക്കല്ലേ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പം ഞാനങ്ങ് കട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതൊരു 2 ദിവസമെങ്കിലും വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. പക്ഷേ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ സിറപ്പില്ലേ, അത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നന്നാവുമേ.